നാട്ടുകാരാകെ പ്രശ്നം. അയാൾ പറഞ്ഞു ഇതിലെ പോകാൻ ഒക്കത്തില്ല, അപ്പുറ വഴിയേ ഉള്ളൂ എന്നൊക്കെ അയാൾ പറയുന്നു. അപ്പോൾ ഈ കാടും മേടും വന്യജീവികളും ഒക്കെ വിട്ട് ഒരു പുതിയ വീഡിയോ ആണ് ഇന്ന് നമ്മൾ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. ഇത് ശരിക്കും 2 മാസം മുമ്പ് ഗ്രൂപ്പായിട്ട് പോയ ഒരു റൈഡാണ്. അപ്പോൾ ഇപ്പോഴത്തെ നമ്മുടെ ഓഫ് റോഡ് പ്രേമികൾ ഒരു ഇഷ്ടപ്പെട്ട സ്പോട്ടാണ് ഇടുക്കി പുഷ്പകൊണ്ടത്തുള്ള നാലുമല. അപ്പോൾ ഈ നാലുമലയാണ് നമ്മുടെ ഇന്നത്തെ ലക്ഷ്യം. പക്ഷേ ഈ വീഡിയോ നാലുമല ട്രെയിൽസ് അല്ല, ശരിക്കും തീർത്തും അൺഎക്സ്പെക്റ്റഡായിട്ട് നമുക്ക് ഒരു റൂട്ട് കിട്ടി. നാലുമലയ്ക്ക് തൊട്ട് മുമ്പുള്ള ഒരു ടഫസ്റ്റ് റൂട്ട്. നമുക്ക് ഈ റൂട്ട് ശരിക്കും പറഞ്ഞു തന്നത് അവിടുത്തെ ഒരു ചേട്ടനാണ്. അപ്പോൾ നാലുമലയ്ക്ക് വേണേൽ ഇങ്ങനെ നിങ്ങൾക്ക് പോവാം. ഈ ഒരു ഓഫ് റോഡ് കയറി ചെല്ലുന്നത് ശരിക്കും നാലുമലയുടെ സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്കാണ്. അപ്പോൾ ഗൂഗിൾ മാപ്പ് ഒക്കെ ഇട്ട് വരുന്നവർക്ക് ഈ റൂട്ട് കൃത്യമായിട്ട് പറഞ്ഞു തരാം. നിങ്ങൾ കോമ്പയാർ ജംഗ്ഷനിൽ നിന്ന് ഇടുക. കോമ്പയാർ ജംഗ്ഷനിൽ നിന്ന് റൈറ്റ് എടുത്ത് നാലുമല വ്യൂ പോയിന്റ് റോഡെന്നും പറഞ്ഞ് എക്സാക്ട് ലൊക്കേഷൻ ഗൂഗിൾ മാപ്പിൽ കാണിക്കും, അവിടെ ഇടുക. എന്നിട്ട് നമ്മൾ നേരെ കോമ്പയാർ ജംഗ്ഷനിൽ നിന്ന് വരുമ്പോൾ ഒരു 2-3 കിലോമീറ്റർ കഴിഞ്ഞ് റൈറ്റിലോട്ട് ഒരു എസ്റ്റേറ്റ് റോഡ് കാണും. ആ റോഡ് നമ്മൾ ചെന്നിറങ്ങുന്നത് സെയിൻറ്റ് ആൻ്റണീസ് കുരിശടി എന്നും പറയുന്ന ഒരു പോയിന്റിലേക്കായിരിക്കും. അപ്പോൾ ഈ പോകുന്ന വഴിക്കാണ് ഈ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്ന ഈ ഓഫ് റോഡ്. അവിടുന്ന് നേരെ നിങ്ങൾക്ക് നാലുമലയിലേക്ക് ഡയറക്റ്റായിട്ട് പോവാം. ഇനി നിങ്ങൾക്ക് ഈ റൂട്ട് വേണ്ട എങ്കിൽ നാലുമല വ്യൂ പോയിന്റ് റോഡെന്നും പറഞ്ഞ് ഗൂഗിൾ മാപ്പിൽ കറക്റ്റ് ലൊക്കേഷൻ ഇട്ടാൽ അങ്ങോട്ടും പോവാം. എടാ തെന്നല്ലേ, ഇറങ്ങി പതുക്കെ. ചേട്ടൻ്റെ വീടാണോ ഇത്? ചേട്ടനൊരു മറ്റേ ബൊലേറോയിലൊരു വീഡിയോ നാലുമല ഈ ആ ഒരു വീഡിയോയിൽ ഈ വീട് കണ്ട ഓർമ്മ. ഒരു ജീപ്പിൻ്റെ ഒരു വീഡിയോയിലും കണ്ടിട്ടുണ്ട് ഈ പുള്ളി. ഈ വീട് നല്ല പരിചയമുണ്ട്. അവർ വന്ന് ഇവിടെ നിർത്തി. ആ സോളോ ബ്ലോഗ്സ്. ആ ബാ 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 ബാ. ആ അയ്യോ എനിക്ക് പോട്ടെ, അങ്ങനെ തന്നെത്തൊന്നുമില്ല. സോറി, ഒരു കാര്യം അവിടെ പിടിക്കാം വണ്ടി ഇവിടെ ചെറിച്ചാലോ. തീരെ കാറ്റ് കാണിക്കുന്നില്ല കേട്ടോ. ആണ്ട് ഇരിക്കുമ്പോ ഭയങ്കരമായിട്ട് ചള്ളിയിരിക്കുന്നു. ഇരിക്കുമ്പോ അതാ ഞാൻ പറഞ്ഞത്.
ടാസ്ക്. ഒരു കാര്യം ചെയ്യാം, താഴെ ഇറങ്ങി പോയി ഒട്ടിച്ചിട്ട് വരാം. ടൈം ഉണ്ടല്ലോ. പഞ്ചറല്ല പഞ്ചറാണ്. ഇവിടെ എവിടെയും ഒരു കുറ്റി കാണും. കാറ്റ് പോയിട്ട് പോയതാണെങ്കിൽ പോലും നല്ലതായിട്ട് അമ്മങ്ങണം ഇത്. പക്ഷെ പിന്നെ ചേട്ടൻ പറഞ്ഞു ഓഫ് റോഡ് ആയിട്ട് കാറ്റ് കുറവ് മതി എന്ന് പറഞ്ഞു. ഇല്ലെങ്കിൽ വണ്ടി കിടന്ന് കറങ്ങുന്നു പറഞ്ഞു. എന്നാ 35 കയറ്റി ഇട്ടാണോ? അതപ്പോ ഞാൻ പറഞ്ഞ 35 മിനിഞ്ഞാന്ന് അടിച്ചിട്ട് ഇത്രയും കുറവാണെങ്കിൽ ലീക്ക് ഉണ്ട് ഇവിടെ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ വരുന്നവരെ ലോഡ് വെച്ച് നല്ല അടി അടിച്ചതാണ്. നല്ല പ്രഷറിൽ അടി അടിച്ചാണ്. കാരണം ചിൻസങ്ങള് നല്ല രീതിയിൽ ഇങ്ങോട്ട് വന്നേ. ചിൻസങ്ങളെ നിങ്ങൾ ഇങ്ങോട്ട് വന്ന വഴി എവിടെയെങ്കിലും നല്ല രീതിയിൽ അടിച്ചായിരുന്നോ? എങ്ങമ്പാ എന്നാ ഒരു കാര്യം ചെയ്യ്, പുള്ളി എന്താ പൊക്കോളാൻ പറഞ്ഞു. എന്നാ ബാ പോവാം, ബാ സമയം കളയണ്ട. നമുക്ക് ഇങ്ങനെ ബാ. നീ ഒരു കാര്യം ചെയ്യും, മറ്റേ റെയിൻ കോട്ട് ഇട്ടിട്ട് മറ്റേ ബാഗ് മാത്രം എന്താ ബാഗും വെള്ളം കൂടെ കയറ്റാ. പിന്നെ റെയിൻ കോട്ട് കൂടെ ആവുമ്പോൾ ഈ ജാക്കറ്റ് നീ എങ്ങോട്ടാ? ആ അവരന്ന് ജീപ്പ് എടുത്തോണ്ട് പോവാതെ ഈ വീഡിയോ. അതാ ഞാൻ പറഞ്ഞത്, അയാളെ എനിക്ക് നല്ല പരിചയമുണ്ട്. ആ ക്രോസ് വെച്ചു പോകും, വേറെ താഴെ ഇറക്കാതെ പോകും. നമുക്ക് ഏത് വഴിന്ന് വെച്ചാ ആ വഴിയേ ഉള്ളൂ. ആ ലെഫ്റ്റ് ചേർന്ന് പോവാന്നുള്ളത്. അത് ശരിയാ. കൈ കൊടുത്താ അങ്ങോട്ട് തെന്നിയാണ്. പിന്നില്ല, പിടിച്ചോളാം. ഇച്ചിരി ലെഫ്റ്റ് പിടിക്കും. ലെഫ്റ്റ് കിട്ടോ? ഫ്രണ്ടിലേക്ക് പിടിച്ചേ. അതെ കണ്ടോ കണ്ടോ ആവശ്യം വന്നത്. പിടിച്ചോ. വണ്ടി ഓഫ് ഞാൻ പറയട്ടെ, തെള്ളി കയറ്റി ഇല്ല, ഓൺ ചെയ്തോ. ആക്സിഡന്റ് റിലേഷൻ കൊടുത്താൽ മതി. കൈ കൊടുക്കല്ലേ. നീ ഫ്രണ്ടിലോട്ട് വാ. പിന്നെ നീ ടയറെ പിടി. ടയറെ പിടി. ടയറില്ലാത്ത വണ്ടി ഈ വീഡിയോ പിടിക്കുക. വണ്ടി പിടിക്കട്ടെ, വണ്ടി പിടിക്കട്ടോ. ടാസ്ക പറയുമ്പോ ഒന്ന് ആക്സിഡന്റ് കൊടുത്താൽ മതിയോ? താഴെ ഇവിടുന്ന് കേട്ടോ. കുറച്ച് ബാക്ക് എടുത്ത്, കുറച്ച് ബാക്ക് കേറത്തില്ല. ഇവിടെ ഇറങ്ങിപ്പോ, ഇവിടെ ഇറങ്ങിപ്പോ. ഇറങ്ങിയ പിന്നെ തള്ളിക്കയറ്റിയാ മതി.
വണ്ടി അങ്ങ് കമത്തി വെച്ചോ, സ്റ്റാൻഡ് വെക്കണ്ട. അങ്ങോട്ട് വന്നിട്ട് അവിടെ 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 ഒന്ന് താങ്ങി കൊടുത്തോണേ. കുഴി ഇറക്കല്ലേ, കുഴി ഇറക്കിയാ പാടാ. അല്ലേ അവൻ പറഞ്ഞ ശരിയാ, കുഴി കല്ലിട്ട് ഇറക്കണം. അതാകുമ്പോ പിന്നെ ഇച്ചോടെ എളുപ്പമാ. എടാ രഞ്ജു ഇപ്പറ സൈഡ് നിക്കടാ. ഓ ഇപ്പറ ലെഫ്റ്റ് സൈഡിൽ ഒരാൾ നിൽക്കും. ഇല്ല ഫ്രണ്ട് ജാമാ. ഇല്ല കല്ല് കയറാൻ പാടാ. പിടി അല്ല കൈ കൊടുക്ക, തന്നെ ഇറങ്ങും. അല്ല ഇനി ഷിൻസേട്ടാ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ക്ലച്ച് വിട്ട് പതുക്കെ കയറ്റിയാ മതി. കയ്യെ പിടിച്ചു. വേണ്ട ഇത് കയ്യെ പിടിച്ചും കയറ്റിക്കോ. കയ്യെ പിടിച്ച് കയറ്റിക്കോ. സ്റ്റാർട്ട് ചെയ്തിട്ട് പതിയെ ക്ലച്ച് വിട്ട് കയറ്റിക്കോ. പതുക്കെ ഇപ്പറ കല്ലിൽ ഇപ്പറ പിടിയില്ലേ ഷിൻസേട്ട ലെഫ്റ്റിലോട്ട്. അങ്ങനെ പിടി ഇറങ്ങല്ലേ അത്രേ ഉള്ളു. അങ്ങനെ റൈറ്റിലോട്ട് പിടി. ഈ സെന്റർ സ്റ്റാൻഡാ, കുഴപ്പമില്ല പോട്ടെ. പൊക്കി വിടാം. അല്ലണ്ട ആ കേറുന്നതിന് അവിടെ രഞ്ജു നിന്നടാ. അവിടെ വിഷയാവും. രഞ്ജു എടാ ജാക്കിലി ഫ്രണ്ട് നോക്കി. അവിടെ ഒരു ഇച്ചിരി പൊക്കവും ഉണ്ട് കേട്ടോ. ഇല്ലില്ല അത്രയും കയറത്തില്ല. പൊക്കണം. ഒന്നീ ഫ്രണ്ട് ഫോർക്ക് പിടിച്ചൊന്ന് പൊക്കി വെച്ച്. പൊക്കി വിട്ടെ. അങ്ങനെ ഫ്രണ്ട് പൊക്കി വിട്ടെ. പുതിയ ടയർ മേടിച്ചു. ഇപ്പം പിന്നെയും വന്നു. സൈഡിലോട്ടാ പോയെ. അട്ടയാ, മറ്റേ അട്ട, ചോര കുടിക്കുന്ന അട്ട. പതുക്കെ തള്ളു. ഒരക്കല്ലോ പൊക്കിയിട്ട് എടുക്കണം, അല്ലെ ഒരഞ്ഞു. കാലി അത് തന്നെ ആള് വരട്ടെ. ഇനി കേറി പോയിക്കോളും.
കൈ കൊടുത്ത് പോയിക്കോ, പതുക്കെ പോയിക്കോ. ചാക്കിലി നമുക്കിത് ട്രാക്ക് ടയർ ആക്കാം കേട്ടോ. യോ യോ എടാ എബിയുടെ കാല് ലെഫ്റ്റ് പിടിയടേ. ഒന്ന് അമ്മക്കി കൊടുത്തേ. ആ അമ്മക്ക് പതുക്കെ ഇങ്ങോട്ട് ധരിക്കല്ലേ. ആ ഇരുന്ന് എടാ പ്രഷർ കൊടുത്തേടാ, പുറകെ പ്രഷർ കൊടുക്ക്. അമർത്തിക്കോട്. ആലപ്പുഴ ഇല്ലില്ല, ഇവിടെ 4 മണിക്ക് വേണ്ടി തന്നെ വന്ന. ഇവിടെ ചെന്നിട്ട് ലെഫ്റ്റോ? 1.5 കിലോമീറ്റർ നിന്ന് ലെഫ്റ്റ്. ബോർഡ് വല്ലതും ഉണ്ടോ അവിടെ? ഓ ഓക്കെ. ശരിക്കും നല്ല രീതിയിൽ ഹാർഡാണ് ഈ ഒരു ട്രയൽ. നമ്മൾ 4 മലയാണ് നമ്മളെ ലക്ഷ്യമെങ്കിലും ഈ ഒരു ട്രയൽ കംപ്ലീറ്റ് ചെയ്തപ്പോൾ തന്നെ നല്ല രീതിയിൽ എല്ലാവരും എക്സോസ്റ്റഡായി. അപ്പോൾ വെള്ളവും ഫുഡും നല്ല രീതിയിൽ കഴിച്ചിട്ട് തന്നെ നമ്മളിതിന് വരിക. പിന്നെ വേറൊരു കാര്യം, മഴക്കാലം സീസൺ നോക്കിയിട്ടാണ് വരേണ്ടത്. മഴ പെയ്ത് കിടക്കുവാണെങ്കിൽ ഈ റോഡ് ഭയങ്കര ബുദ്ധിമുട്ടാവുമെന്നാണ് ആ ചേട്ടൻ പറഞ്ഞത്. അവിടെ ഒരു കല്ലുണ്ട്. അങ്ങനെ ആദ്യത്തെ ഭാഗം നമ്മൾ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തു. ഈ ഒരു ട്രയൽ തീർന്നപ്പോൾ തന്നെ നല്ല രീതിയിൽ ടയേർഡായി. അപ്പോൾ നമ്മൾ റെസ്റ്റ് എടുത്തിട്ട് ബാക്കി 4 മലയ്ക്ക് പോകാൻ തീരുമാനിച്ചു. അപ്പോൾ അതിൻ്റെ വീഡിയോ നമ്മൾ അടുത്ത പാർട്ടിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും.